ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. എന്നും പറയണ പോലല്ല, ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും കാണുന്നുണ്ടാവുക. ഈ ഒരു ടേസ്റ്റിലുള്ള ഒരു ഐറ്റം നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടും ഉണ്ടാവില്ല കേട്ടോ. ഒരു നാടൻ ഡിഷാണ്. എന്നാൽ എന്താ പറയുക, ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള വേറെ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ വൈകുന്നേരത്തെ ചായക്കോ എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുൾ മീൽ തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ അതായത് നമ്മൾ ആദ്യം തന്നെ ഒരു ചിക്കൻ്റെ കറി ആദ്യം ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെമ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്താണ്. അതിലേക്ക് ഒരു 2 മീഡിയം സൈസുള്ള ഉള്ളിയും അതുപോലെ തന്നെ 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം. അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കോട്ടെ. ഒന്ന് മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ 2 മീഡിയം സൈസുള്ള തക്കാളി തന്നെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. മീഡിയം എന്ന് പറഞ്ഞാൽ നാട്ടിൽ വെച്ച് നോക്കുന്നേരം വലിയ സൈസായിരിക്കും. ഉള്ളി എത്രയാണോ എടുത്തത് ആ സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവണം കേട്ടോ. ആ സെയിം ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തത്. 2 വലിയ തക്കാളി അതും കൂടെ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആകണ വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ സിമ്മിലാക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് കവർ ചെയ്ത് വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് എന്താ പറയുക ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നു കേട്ടോ. ഈ ഒരു കുഴഞ്ഞ പാകത്തിൽ ആയിട്ട് കിട്ടും. ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കവർ ചെയ്ത് വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ടേബിൾ സ്പൂണിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുള്ളൂ. ഇതെന്ന് വെച്ചാൽ തീരെ എരിവ് ഉണ്ടാവില്ല. ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താണ്. പിന്നെ വേണ്ടത് ഗരം മസാലയാണ് കേട്ടോ. അതും 1 ടീസ്പൂണാണ് വേണ്ടത്. പിന്നെ വേണ്ടത് പെരിഞ്ജീരകം പൊടിച്ച പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അതും 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്ര അതിൽ പൊടികളുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. 10-15 സെക്കൻഡ്സ് ഒക്കെ മതിയാവും. അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴത്തേക്ക് ആ പൊടികളൊക്കെ ഒന്ന് വാടി വന്നോളും. അപ്പോൾ നന്നായിട്ടൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കറിക്ക് വേണ്ടിയ ഉപ്പ് ഞാനിപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. 1 കിലോ ചിക്കനാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അതിലേക്കും കൂടി കൂടിയിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്താണ്. ഇനിയിപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് ചിക്കന് ഒരു മീഡിയം സൈസിലുള്ള കട്ടായിട്ടാണ് എടുത്തത് കേട്ടോ. എത്ര വലുപ്പം വേണമെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുക. കറി കട്ടായിട്ട് കുറച്ചൊരു വലുപ്പത്തിലാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് കഴുകിയിട്ട് വെള്ളം വാലാൻ വേണ്ടി വെക്കണം കേട്ടോ. തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാനും പാടില്ല. നന്നായിട്ട് വെള്ളം തോർത്തിയ ചിക്കൻ ആയിരിക്കണം ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെക്കണം കേട്ടോ. വേവിക്കാൻ ഇത് നന്നായിട്ടൊന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒന്ന് തിളച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാണ്ട് കവർ ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇവിടെ ഒരു 10 മിനിറ്റ് മതിയാവും. നാട്ടിലൊക്കെ ആണെങ്കിൽ നാട്ടിലത്തെ ചിക്കൻ ഒരു 15 മിനിറ്റ് വരെ വേവിക്കേണ്ടി വരും. ഇപ്പോൾ അതൊരു 10 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ആ ഒരു ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളമാണ് ഇട്ടത്. നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാണ്ട് വെച്ചാലും അത്യാവശ്യം വേണ്ടിയ ഗ്രേവി ഈ ഒരു ചിക്കനിൽ ഇറങ്ങി വന്നോളും. ഇപ്പോൾ നല്ല പാകത്തിലായിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഇളക്കി ഇതാക്കുന്ന സമയത്ത് നന്നായിട്ട് കുറുകിയിട്ട് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ അത് നമ്മൾ അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ കുറുകും കേട്ടോ. തീരെ ഇതിൽ ഗ്രേവി ഉണ്ടാവില്ല. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ചെറിയ എന്താ പറയുക കുറഞ്ഞ ഗ്രേവി നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പം നമ്മളെ അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിന്. ഇത് ഇനി നമുക്ക് ഇറക്കി വെക്കാം. ഇനി ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേറെയാണ് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അത് ഒരു അരപ്പ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് നിറച്ചും 1/2 കപ്പും കൂടാണ് ഞാൻ എടുത്തത്. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. കറക്റ്റ് വേണമെന്നൊന്നുമില്ല. 1.5 കപ്പ് 2 ആയാലും പ്രശ്നമൊന്നുമില്ല. ടേസ്റ്റ് കൂടെ ഉള്ളൂ. ഇനിയിപ്പോൾ അതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാനുള്ളതാണ് ഒരു 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 1 ടേബിൾ സ്പൂണാണ്, അതിൻ്റെ പകുതിയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അരക്കാൻ പറഞ്ഞാൽ നല്ല മഷി പോലെ അരയണം കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ടാണ് അരച്ചെടുത്തത്. ഈ ഒരു രീതിയിൽ അരച്ചെടുക്കണം. എന്നാലാണ് ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ കടിക്കാൻ പാടില്ല. നല്ലോണം അരഞ്ഞു കിട്ടണം. ഇനിയിപ്പോൾ അതാ ഒരു കുഴക്കുന്ന ചെമ്പ് പാത്രത്തിലേക്ക് ഞാനിപ്പോൾ അതൊരു 3.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കണം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം കാട്ടപ്പൊടി കൊടുക്കുക. പക്ഷേ ഗോതമ്പ് പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനിയിപ്പോൾ അതാ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പ് ചേർക്കരുത്. നമ്മൾ ഇതിൽ വേവിക്കുന്ന സമയത്ത് ഇനിയും ഉപ്പ് ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഉപ്പൊക്കെ എല്ലായിടത്തും ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് തിളച്ച വെള്ളമാണ്, നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ. അത് തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ്. ആ ചൂടോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അപ്പം നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റൂല. തിളച്ച വെള്ളം ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, കൈ കൊണ്ട് കുഴച്ചെടുക്കാനൊന്നും പറ്റൂല. ഒന്നുകിൽ മരത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കയ്യിലായാലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. മരത്തിൻ്റെ തവിയാണ് കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. കുഴച്ചെടുക്കാനുള്ളതാണ്.
അപ്പോൾ ചൂട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ക്വാണ്ടിറ്റി വെള്ളം വേണ്ടി വരും കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റ് അളവൊന്നും നോക്കിയിട്ടില്ല, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളും ചെയ്താൽ മതി. ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാകും, ഗോതമ്പ് പൊടിക്ക് പ്രത്യേകിച്ച്. ഇപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് ഈ പൊടിയിലൊക്കെ നന്നായിട്ട് വെള്ളമായിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതൊന്ന് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടിലായാൽ കുഴച്ചെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിതിവിടെ മെഷീനിൽ തന്നെ കുഴച്ചതായതുകൊണ്ട് റെസ്റ്റ് കൊടുക്കാണ്ടാണ് ഞാനിത് കുഴച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്, പൊടി നല്ല പാകത്തിൽ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റാണ് ഇട്ടത്. തിളച്ച വെള്ളം ഒഴിച്ച് കുഴക്കുന്നതുകൊണ്ട് തന്നെ പൊടി നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പാകം ആവണമെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മാവൊക്കെ റെഡി ആയിട്ടോ. ഇത് കണ്ടോ, ചൂടുകൊണ്ട് ഇതിൻ്റെ പ്ലേറ്റിൻ്റെ മേലെ അങ്ങനെ വിയർപ്പ് വന്നത്, ആ വെള്ളം ഒന്നും അതിലേക്ക് ആയി പോകണ്ട. ഇനിയിപ്പോൾ അത് നന്നായിട്ട് പാകത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ചൂടായിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പാകമായി കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് കുറേശ്ശെ എടുക്കുക കേട്ടോ. ചെറിയ ചെറിയ ഉരുളായിട്ട് എടുക്കുക. അപ്പോൾ അത് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, കയ്യിൽ ഇട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉരുള. ബാക്കി നമ്മൾ കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോകും. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഓരോ ഷേപ്പിലാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ റൗണ്ട് ആയിട്ട് എടുക്കുക, ഒന്നുകിൽ ഈ ബോൾസ് ആയിട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പിടിൻ്റെ ഷേപ്പിൽ ഈ ഒരു ഷേപ്പിൽ എടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നത് രണ്ടുമല്ല. ഞാനിപ്പോൾ ചെയ്യുന്നത് തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്കുള്ള കുഞ്ഞറോട്ടിൻ്റെ ഒരു ഷേപ്പില്ലേ, അങ്ങനെ ഒന്നും ബോൾ ഇതേപോലെ ഒന്ന് ഒരു വിരലോണ്ടൊന്ന് അമർത്തി കൊടുക്കൽ, ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിലാക്കാൻ, ഇനി വേറെ ഏതെങ്കിലും ഷേപ്പ് ഉണ്ടെങ്കിൽ ആ ഷേപ്പിലൊക്കെ ആക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ആക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ആ കംപ്ലീറ്റ് പൊടി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തിളച്ച വെള്ളം കൊണ്ട് കുഴച്ചതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യൂല. ഒട്ടിക്കിട്ടാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ഒന്നിച്ചെന്നെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അത് നന്നായിട്ട് ഫുള്ളായിട്ട് ഇത് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലാസ്റ്റിലേക്കൊക്കെ എത്തിയ സമയത്ത് നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ അമർത്തുന്ന സ്ഥലത്ത് ഒന്ന് ഒട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വിരൽ ഇങ്ങനെ പൊടിയിലൊന്ന് മുക്കിയിട്ടാണ് ഇങ്ങനെ ഒട്ടാക്കി കൊടുത്തത് കേട്ടോ. ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ കുറേ ചെയ്യുമ്പോൾ ഒട്ടൽ വരും. ഇനിയിപ്പോൾ അതൊരു വലിയ ചെമ്പിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിടുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ പൊടി കുഴയ്ക്കുന്ന സമയത്ത് ഒരുപാട് ഉപ്പ് ചേർക്കണ്ടെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ അത് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് 1 ടീസ്പൂണൊക്കെ മതിയാവും ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പിടികൾ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. മൊത്തത്തിലിടുക, പക്ഷെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇടുക. ഒന്നിച്ചിടുന്ന സമയത്ത് ചിലപ്പോൾ കട്ട പിടിച്ചു പോകും. അതുകൊണ്ടാണ് കുറേശ്ശെ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞത്. ആ തിളച്ച വെള്ളത്തിലേക്ക് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ വെള്ളത്തിനും അത്യാവശ്യം ഉപ്പുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ പൊടിയിൽ അധികം ഉപ്പ് ചേർക്കേണ്ടിയില്ല. അപ്പോഴാണ് കറക്റ്റ് പാകത്തിലായിട്ട് നമുക്ക് കിട്ടുക. ഇപ്പോൾ അത് കംപ്ലീറ്റ് എല്ലാ പിടിയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുള്ളത് ഇതാക്കാൻ വേണ്ടിയിട്ട്. ഒട്ടിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വിടുവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അത് ഓൾറെഡി ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കവർ ചെയ്ത് വെക്കട്ടെ, ഒന്ന് തിള വന്നോട്ടെ. അപ്പോൾ അത് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചതിന് ശേഷം തിള വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്യേണ്ടില്ല, മൂടി ഒഴിവാക്കിയിട്ട് മൂടി തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരമാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. നമ്മളൊരു പാസ്തൻ്റെ വേവാണ് ഇതിൻ്റെ കണക്ക് എന്ന് പറയുന്നത്. പാസ്ത ശരിക്കും 6 to 8 മിനിറ്റ്സ് ആണ് നമുക്ക് പാസ്തൻ്റെ വേവ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ച് കട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് 10 മിനിറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു 10 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം നമ്മളത് ഊറ്റിയെടുക്കുക കേട്ടോ. ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുക. ഊറ്റിയിട്ട് ഞാൻ ആ സെയിം പ്ലേറ്റിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കംപ്ലീറ്റ് ഊറ്റിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇത് ഊറ്റിയെടുത്താൽ മാത്രം പോരാ, ആ വെള്ളം അവിടെ മാറ്റി വെക്കണം. അപ്പോൾ ഇത് നല്ല കറക്റ്റ് പാകത്തിലാണ് ഉണ്ടാവുക. ഒരുപാട് നേരിട്ടിട്ട് തിളപ്പിച്ചത് വേവിക്കാൻ നിന്നാൽ ഒരു റബ്ബർ പോലെ ആയിപ്പോട്ടോ, അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ വെള്ളം അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് വലിയൊരു കടായി വെച്ച് കൊടുത്താണ്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഇതാ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പില ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞാൽ ഞാൻ പകുതി അതിൽ നിന്ന് കോരി വെക്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറച്ച് കരിവേപ്പില ഞാൻ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്, വേറെ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 എന്താ പറയുക ഉണക്കമുളകും കൂടെ ഇട്ടാണ്. അതൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഉണക്കമുളകും ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഉണക്കമുളക് ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ, മുഴുവൻ തുടക്കാണ് ഇട്ടത്. അതിന് ഒരുപാട് എരിവായിപ്പോണ്ടാന്ന് വെച്ചിട്ടാണ് മുറിക്കാത്തത്. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടി ഒരു 20 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 15 മുതൽ 20 വരെ നിങ്ങൾക്ക് എടുക്കാം. നന്നായിട്ട് ചെറിയതായിട്ട് മുറിച്ചെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. പെട്ടെന്ന് തന്നെ വാടി വരും കേട്ടോ. ചെറിയ ഉള്ളിയല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്ടെന്ന് വാടി വരും. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അത് 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പൊടികളൊരു പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2-3 സെക്കൻഡൊക്കെ മതിയാവും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങയും ജീരകമൊക്കെ കൂട്ടി അരച്ച് വെച്ച അരപ്പാണിത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ അത് അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി മിക്സ് ചെയ്യാണ് വേണ്ടത്. ഇതിൽ വേറെ ഒന്നുമില്ല കേട്ടോ, ഇത് മാത്രമാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു അരപ്പും നമ്മൾ വേവിച്ച് വെച്ച ഉള്ളിൻ്റെ കൂട്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് കൂട്ടി വെക്കുക. എന്നിട്ട് ഇതാ മിക്സി കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചേർക്കേണ്ടത് എത്രത്തോളം ലൂസാവണം അത്രയും നല്ലതാണ് കേട്ടോ. ഒരുപാട് കട്ടിയിൽ നമ്മൾ ഗ്രേവി ആക്കണ്ട. ഇനിയിപ്പോൾ നമ്മൾ പാസ്ത വേവിച്ച വെള്ളമില്ലേ, പാസ്ത വാട്ടർ എന്ന് പറയുന്നത്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പാസ്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പിടി വേവിച്ചത് കേട്ടോ, ആ പിടി വേവിച്ച വെള്ളത്തിൽ നിന്ന് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/4 കപ്പോളം ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിലേക്ക് ഒഴിച്ച ആ ഒരു പാസ്തൻ്റെ വെള്ളമില്ലേ, ആ വെള്ളത്തിൽ ഉപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി റെഡി അല്ലേ എന്നുള്ള. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി ഈ തേങ്ങ ഒന്ന് വെന്ത് വരണം കേട്ടോ. ഒരു 2 മിനിറ്റ് നേരം ഞാനിതൊന്ന് ഇങ്ങനെ തന്നെ തിളപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് നമ്മൾ പാസ്ത ഇട്ട് കൊടുക്കുന്നത്. 2 മിനിറ്റ് ഒന്ന് വേവട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കോരി വെച്ചിട്ടുള്ള ആ ഒരു പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ആ പിടിയൊക്കെ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. മിക്സ് ചെയ്താൽ മാത്രം പോരാ, ഇതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വേവിക്കാനും ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും എന്താ പറയുക, ലൂസായിരിക്കണം ഗ്രേവി കേട്ടോ. കാരണം അത് നമ്മൾ വെക്കും തോറും 2 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ സമയത്ത് തന്നെ ഇത് നന്നായിട്ട് കുറുകി വരും. നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കും. പിന്നെ നമ്മൾ ചൂടാറാനൊക്കെ വേണ്ടി വെക്കുമ്പോഴത്തേക്ക് തന്നെ പിന്നെ അത് ഭയങ്കര കട്ടിയാവും. കുറച്ച് നേരം ഉണ്ടാക്കിയിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി ഒന്ന് എടുക്കാൻ വേണ്ടി തിന്നാവിന് എടുക്കുന്ന സമയത്ത് പിന്നെയും നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കവർ ചെയ്തൊന്ന് വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ അതാ അതിൻ്റെ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് ആ ഒരു പൊടി വലിച്ചിട്ടുണ്ടാവും കേട്ടോ. അത് കണ്ടില്ല, ഇതിലിപ്പോൾ ഒരുപാട് അങ്ങ് ഗ്രേവി ഇല്ല, പക്ഷെ നല്ല ഗ്രേവിയോട് കൂടിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ആ വെള്ളം മുഴുവനായിട്ട് കളഞ്ഞിട്ടില്ല, അവിടെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്തൊക്കെ ചൂടാക്കുമ്പോൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പിടി വേവിച്ച വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ ഇതിപ്പോൾ ഈ ഒരു കറക്റ്റ് പാകത്തിലാണ് ഉള്ളത്. ഈ ചൂടൊന്നാറുന്ന സമയത്ത് ഇത് പിന്നെ ഇത് കുറുകയും ചെയ്യും കേട്ടോ. അപ്പം അടിപൊളിയാണ്. ഇതിങ്ങനെ തന്നെ വെറുതെ കഴിക്കുക. ഇനിയിപ്പോൾ എങ്ങനെയാണ് കഴിക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അത് ചൂടോട് കൂടി തന്നെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇപ്പം നോൺ വെജിൻ്റെ കറി ഇല്ലാണ്ട് ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇത് മാത്രമായിട്ടും കഴിക്കാം. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇതിന് സൈഡ് ഡിഷായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറിയോ ബീഫ് കറിയോ മീൻ കറിയോ ഒക്കെ ഇതിന് മാച്ചാണ്. എന്തായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കരുത്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. നമ്മൾ പിടിയും കറിയും ഒക്കെ തിന്നുന്നില്ല അതുപോലെ. ഇനിയിപ്പോൾ അതാ നമ്മൾ ചിക്കൻ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറിയോ അല്ലെങ്കിൽ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും കുറച്ച് കുറുകിയിട്ടുള്ള കറിയാണ് വേണ്ടത്. ഇതിന് ഒരു എന്താ പറയുക, ഒരു നല്ല കുറുകിയിട്ടുള്ള ഗ്രേവിയുള്ള കറിയാണ് ഇതിന് ഏറ്റവും മാച്ച് എന്ന് പറയുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ ഗോതമ്പ് മസാലപ്പൊടി ഇവിടെ റെഡി ആയിന്. സൂപ്പർ ടേസ്റ്റിയാണ്, ബിലീവ് മീ. അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ എന്താ പറയുക, വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് എന്ന് തന്നെ പറയാം. ബെസ്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ടേസ്റ്റി ഫുഡൊന്നും കൂടി പറയേണ്ടി വരും. അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റിയാണ്. തിന്നാലും പൂതിയിടാത്ത അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് ഞാൻ കഴിച്ചതിൽ, ഇന്നേ വരെ കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഒരു ഇത് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ സ്വന്തം ക്രിയേഷനാണ്. ഈ ഒരു പിടി മസാല പിടി എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിനെ ഒന്ന് വിപുലീകരിച്ച് എടുത്തതേ ഉള്ളൂ കേട്ടോ. എൻ്റെതായ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല ഫ്ലേവറാണ്. നല്ല തനി നാടനാണോ എന്ന് വെച്ചാൽ അങ്ങനെയും പറയാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഫാഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീറ്റ് പാസ്ത എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കൊടുക്കാം. ഹോം മെയ്ഡ് ആയിട്ടുള്ള വീറ്റ് പാസ്ത എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൊടുക്കാം. സൂപ്പർ ടേസ്റ്റിയാണ്. ഈ ഒരു ഇത് ചിക്കനോ അല്ലെങ്കിൽ ആ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്ന സമയത്ത് അപ്പാര ടേസ്റ്റാണ് കേട്ടോ, മാരക ടേസ്റ്റ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ടേ. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.